ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇസ് മീ ബിബിത. അപ്പോൾ ഇത് കഴിഞ്ഞ ഞായറാഴ്ച ഞാൻ എടുത്തു വെച്ചിരുന്ന ഒരു വീഡിയോ കേട്ടോ, എനിക്ക് ഇടാൻ പറ്റിയില്ല. അപ്പോൾ ഇന്നാണ് എനിക്ക് വീഡിയോ ഇടാൻ പറ്റുന്നത്. അപ്പം ഞങ്ങളുടെ ഞായറാഴ്ച എങ്ങനെ പോയി എന്ന് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു. സൺഡേ ആയിട്ട് എല്ലാവരും ഹാളിൽ വന്ന് കിടപ്പുണ്ട്. കുഞ്ഞാവയുണ്ട്, ചേട്ടായിയുണ്ട്, ഈ കുഞ്ഞാറ്റ അവിടെ നിൽപ്പുണ്ട്. ഞായറാഴ്ച പള്ളിയിലൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ, കുഞ്ഞാവയ്ക്ക് പനിയായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ പള്ളിയിലൊന്നും പോകാത്തൊരു ഞായറാഴ്ചയാണിത്. അപ്പോൾ സൺഡേ ആയിട്ട് എനിക്കെന്താ പരിപാടി എന്ന് ചോദിച്ചാൽ, എനിക്ക് നല്ലൊരു പണി കിട്ടിയിട്ടുണ്ട്. ഇവിടെ കുറച്ച് ബീഫ് കിട്ടിയിട്ടുണ്ടായിരുന്നു രാവിലെ തന്നെ. അപ്പം ഞാൻ അതൊക്കെ ഒന്ന് ശരിയാക്കാമെന്ന് വിചാരിച്ചു. കഴുകുക കേട്ടോ. ഈ ഇറച്ചി മീനൊക്കെ കഴുകുമ്പോൾ എനിക്ക് ഒട്ടും തൃപ്തി വരാറില്ല. ഞാനിങ്ങനെ കഴുകിക്കൊണ്ടേയിരിക്കും. കുറച്ച് ഉപ്പൊക്കെ വാരിയിട്ട് പിന്നെ കുറച്ച് വിനാഗിരിയൊക്കെ ഒഴിച്ച് ഞാനിങ്ങനെ കഴുകിക്കൊണ്ടേയിരിക്കും കേട്ടോ. എന്നാലും കുറേ തവണ കഴുകിയാൽ ബീഫിൻ്റെ ടേസ്റ്റൊക്കെ പോകുമെന്ന് ചേട്ടൻ എപ്പോഴും പറയാറുണ്ട്. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് കഴുകി ഒന്ന് എടുത്തു കേട്ടോ. എന്നാലും എനിക്ക് തൃപ്തിയില്ല. എന്നിട്ട് ഞാൻ പിന്നെ ഇതുപോലത്തെ അരിപ്പ പോലത്തെ പാത്രത്തിലിട്ടിട്ട് പിന്നെയും കഴുകും കേട്ടോ. പിന്നെ ഇറച്ചിയൊക്കെ കഴുകിയിട്ട് ഞാൻ ആ സിങ്കൊന്ന് കഴുകിയിട്ടു. ഭയങ്കര നെയ്യായിരുന്നു ആ ബീഫിന്. അപ്പം സിങ്കൊക്കെ ഒന്ന് കഴുകി ഇട്ടേക്കാമെന്ന് വിചാരിച്ചാൽ പിന്നീടാവുമ്പോൾ അത് ഭയങ്കര വഴുവഴാന്ന് കിടക്കും സിങ്കൊക്കെ. അപ്പം ഞാൻ കഴുകി വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ബീഫും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാൻ വെറുതെ ഒന്ന് ഹാളിൽ ചെന്ന് നോക്കി എല്ലാവരും എന്നാ പരിപാടിയെന്ന്. ക്യാമറ കണ്ടപ്പോഴേ കുഞ്ഞാറ്റ എഴുന്നേറ്റ് കേട്ടോ, ഡാൻസ് തുടങ്ങി. എന്നിട്ട് എന്നോട് പറയുക, വീഡിയോ എടുക്കാൻ പറഞ്ഞായിരുന്നേ. ഞാൻ ഡാൻസ് കളിക്കാൻ എൻ്റെ വീഡിയോ എടുക്കാം അമ്മയെന്നാണ് എന്നോട് പറയണത്. അടിപൊളി പാട്ടാട്ടോ ഇട്ടേക്കണ ടി വിയിൽ. അതുകൊണ്ട് ഭയങ്കര ഡാൻസാണ്. അല്ലെങ്കിലും കുഞ്ഞാറ്റയ്ക്ക് ഡാൻസ് ഭയങ്കര ഇഷ്ടം. കുഞ്ഞാവതേ ചേട്ടായുടെ കാലിൻ്റെ അവിടെ ഇരിപ്പുണ്ട്. അതുകൊണ്ട് അടിപൊളി പാട്ടാണ്. അതാണ് ആ രഹസ്യം ഡാൻസിൻ്റെ. ഞാൻ ചേട്ടയുടെ ഒരു ഹായ് കൊടുക്കാൻ പറഞ്ഞത് ഹായ് തന്നാണ്. നീ എന്തുട്ടാ കാണിക്കണേ? ഞാൻ കറി വയ്ക്കാൻ പോയതിനെ സഹായിക്കാവോ? നെയ്യപ്പം ഇപ്പോൾ നെയ്യപ്പം തന്നെ. നിനക്കിപ്പോ എന്താ വേണ്ടേ ഒന്ന് പറയാവോ? അപ്പം അപ്പം തന്നപ്പോ നീ കഴിച്ചില്ലോ. പഞ്ചസാര ഇട്ട അപ്പം വേണോ? അപ്പം എന്നാ ഇല്ല കേട്ടോ, തീർന്നു. അപ്പം ഉള്ളപ്പോ അവൾക്ക് അപ്പം വേണ്ട. അപ്പം തീർന്നു കഴിയുമ്പോ അവൾക്ക് അപ്പം വേണം. അപ്പം തരും, അപ്പം തരും. അപ്പം ഈന്തപ്പഴോ? ഒരു പണിയും ചെയ്യിക്കില്ല കേട്ടോ. ഈന്തപ്പഴം തന്നാ ഇവിടെ നിന്ന് പോകണം, സ്ഥലം കാലിയാക്കി പോകണം. ഇത് മൊത്തം അങ്ങനെ മൊത്തം കഴിക്കാൻ കൊള്ളില്ല ഈന്തപ്പഴമൊന്നും. ഒരു വിധത്തിൽ ഞാനങ്ങനെ കുഞ്ഞാറ്റനെ പറഞ്ഞു വിട്ടിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് അവൾ ഓരോന്ന് പറഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഇറച്ചിക്ക് വേണ്ട എല്ലാം അരിഞ്ഞ് പറക്കി ഇവിടെ സടപടേന്നെല്ലാം വൃത്തിയാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. ഞാൻ ഈ വീഡിയോയ്ക്ക് വോയിസ് ഇടുമ്പോൾ ഭയങ്കരമായിട്ട് സൗണ്ട് ഉണ്ടോ? അത് ഇവിടെ ഭയങ്കര മഴ ആയതുകൊണ്ടാണ്. പിന്നെ ഞാനിതെല്ലാം അങ്ങ് തിരുമ്മി ശരിയാക്കി. ഞാൻ പാല് പിഴിഞ്ഞ്, അതായത് ഉരുളൻകിഴങ്ങൊക്കെ ഇട്ട് പാല് പിഴിഞ്ഞിട്ടാണ് ബീഫ് വയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. ഞാനെല്ലാം സെറ്റാക്കി അടുപ്പിലോട്ട് വയ്ക്കുകയാണ്. ഇത്രയും ചെയ്തപ്പോഴേക്കും അവിടെ എനിക്കായിട്ട് കുറേ പാത്രങ്ങൾ കുമിഞ്ഞു കൂടിയിട്ടുണ്ട്. പിന്നെ ഞാനതെല്ലാം കഴുകി വൃത്തിയാക്കി. നമ്മളത് ചെയ്യണമല്ലോ, വേറെ ആരും ചെയ്യാനില്ലല്ലോ. എനിക്ക് ഏറ്റവും ഇഷ്ടമല്ലാത്തൊരു പണിയാണ് പാത്രം കഴുകൽ. വേറെ എന്തും എനിക്ക് പറ്റും. പിന്നെ ഒരു സ്മെല്ലിന് വേണ്ടിയിട്ട് ഞാനവിടെ ലോഷനൊക്കെ ഇട്ട് എനിക്കിവിടെ കഴുകിയിട്ടൊന്നും മതിയാവുന്നില്ല. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോയി സിങ്ക് കഴുകുന്നുണ്ടായിരുന്നു കേട്ടോ. കാരണം ഞാൻ പറഞ്ഞല്ലോ, ബീഫിന് ഭയങ്കര നെയ്യായിരുന്നു. അതുകൊണ്ട് എനിക്കൊരു തൃപ്തിയില്ല ഇവിടെ കഴുകാൻ. ഞങ്ങളിവിടെ ചേട്ടായിക്ക് ജോലി ആയതുകൊണ്ടാണ് ഞങ്ങളിവിടെ റൂം എടുത്താട്ടോ നിൽക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഇറച്ചി മീനൊന്നും പുറത്ത് കഴുകാൻ പറ്റില്ലല്ലോ. ഇതിപ്പോൾ റെഡിമെയ്ഡ് മറ്റേ തേങ്ങാപ്പാൽ
പൊടി മിക്സില്ലേ അതാട്ടോ, അതൊന്നും സെറ്റായില്ല. എനിക്കൊരു തൃപ്തി ഉണ്ടായിരുന്നില്ല അത് പൊട്ടിച്ച് ഇടാനൊന്നും ഒരു തൃപ്തി ഇല്ല. പിന്നെ ചേട്ടായി അത് വാങ്ങിച്ചുകൊണ്ട് വന്നതാണല്ലോ, അതെടുത്തില്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ ചീത്ത കേൾക്കുമല്ലോ എന്ന് വിചാരിച്ച് മാത്രം ഞാനിത് ഒന്ന് ചെയ്ത് നോക്കും കേട്ടോ. കറിയിൽ ചെയ്യാവുന്ന കറിയിലോട്ട് ഒഴിക്കാൻ. പിന്നെ എനിക്കത് ഒട്ടും തൃപ്തി ഉണ്ടായിരുന്നില്ല. അത് പിന്നെ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞാൻ തേങ്ങ പൊട്ടിക്കുക, തേങ്ങ പൊട്ടിച്ച് പാല് പിഴിയാൻ. മറ്റേതൊരു ഇരട്ടിപ്പണിയായിരുന്നു, അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. നേരത്തെ ഈ തേങ്ങ പൊട്ടിച്ച് ചിരണ്ടി പാല് പിഴിഞ്ഞ് അങ്ങ് കറി വെച്ചാൽ മതിയായിരുന്നു. പിന്നെ ഞാൻ ചേട്ടയുടെ കണ്ണിൽ പൊടി ഇടാൻ വേണ്ടി ഞാനത് എടുത്തു എന്ന് അറിയണമല്ലോ, ഏതായാലും വാങ്ങിച്ചുകൊണ്ട് വന്നാലേ വേണ്ട ക്യാമറയുടെ ഫ്രണ്ടിൽ കൊണ്ടാ കൂടിയിട്ടിട്ട് പോയി. അപ്പം ഞാൻ വഴക്കുറഞ്ഞു കേട്ടോ ചേട്ടായില്ലേ. പിന്നെ തേങ്ങ ചിരണ്ടുക എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്തൊരു പണിയാണ് തേങ്ങ ചിരണ്ടൽ. പാത്രം കഴുകലും തേങ്ങ ചിരണ്ടലും. പിന്നെ ചേട്ടായി ഇടയ്ക്കിടയ്ക്ക് ഒന്ന് വിസിറ്റ് ചെയ്ത് പോകുന്നുണ്ടായിരുന്നേ. പിന്നെ ഞാൻ സട ഉടയുന്നത് തേങ്ങ ചിരണ്ടക്കണ്ടാക്കട്ടോ. പിന്നെ സ്പീഡാലേ ഞാൻ ഇത്ര സ്പീഡിലൊന്നും അല്ല ചിരണ്ടിയത്. ഞാൻ വെറുതെ ഒന്ന് സ്പീഡ് കൂട്ടിയിട്ടാണ് നിങ്ങളെ ബോറടിപ്പിക്കട്ടല്ലോ. പിന്നെ ഞാൻ അതിലേക്ക് കുറച്ച് ഉപ്പൊക്കെ വാരിയിട്ട് ആ തേങ്ങ ഒന്ന് അടിച്ചെടുക്കാൻ പോവാം. തേങ്ങാപ്പാൽ പിഴിയുമ്പോൾ തേങ്ങയ്ക്കകത്ത് ഇച്ചിരി ഉപ്പിട്ടിട്ട് അടിച്ചെടുക്കുകയാണെങ്കിൽ കുറച്ച് പെട്ടെന്ന് തേങ്ങാപ്പാൽ കിട്ടുമെന്നൊക്കെ ചേട്ടായി തന്നെയാട്ടോ എനിക്ക് പറഞ്ഞു തന്നെ ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ. പിന്നെ ഞാനതൊക്കെ പിഴിഞ്ഞ് അതിൻ്റെ പാലിൻ്റെ നിന്ന് തേങ്ങാപ്പാലിൻ്റെ പീരയൊക്കെ മാറ്റി അരിച്ച് റെഡിയാക്കി. അത്രയും ചെയ്തപ്പോഴേക്കും ഞാൻ മടുത്തു. കറി ഞാൻ മറ്റേ കടുകൊക്കെ പൊട്ടിച്ച് സെറ്റാക്കാൻ പോവാം. അപ്പോൾ തന്നെ ഞാൻ മടുത്തു. എൻ്റെ ഫേസിലത് കാണാനുണ്ട്, ഞാൻ മടുത്തിട്ടുണ്ട്. ഞാൻ ചേട്ടായോട് പറയുകയാണ്, ചേട്ടായി എനിക്ക് കറിക്കകത്തത് കടുകൊക്കെ പൊട്ടിച്ച് സെറ്റാക്കി തരുമോ, ഞാൻ മടുത്തു, ബാക്കി ചേട്ടായി ചെയ്യുമെന്നൊക്കെയാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പോൾ ചേട്ടായി ചെയ്യാമെന്ന് എന്നോട് പറഞ്ഞേ. എന്നിട്ട് ചേട്ടായി ഇനി കടുകൊക്കെ പൊട്ടിച്ച് ഞാൻ ബാക്കി ചെയ്യാമെന്ന് പറഞ്ഞ് ചേട്ടായി എന്നെ സഹായിക്കാൻ വന്ന് നിൽക്കുവാണ്. കണ്ടോ, കടുക് ഇട്ടു, മറ്റേ ഓയിലൊഴിച്ചു, കടുക് പൊട്ടിക്കാനിട്ടു. അപ്പോഴാണ് ഞാൻ ചുമന്നുള്ളി അരിഞ്ഞില്ല. അതാണ് ഷോ എന്നും പറഞ്ഞ് ചേട്ടായി ചെയ്തത് കേട്ടോ. പിന്നെ തീ ഓഫ് ചെയ്തു. അതിൻ്റെ ഇടയിൽ കൊണ്ട് ഞാനത് ഉള്ളി അരിഞ്ഞില്ല, കറിവേപ്പിലയും കൊണ്ടിട്ടു. അപ്പം ഞാനത് പിന്നെ അരിഞ്ഞ് പറക്കി ഞാൻ തന്നെ ചെയ്തു. കാരണം ചേട്ടായി പോയത് കണ്ടോ, ചേട്ടായിക്ക് കോള് വന്നു. ഇതാണ് പ്രശ്നം. എനിക്ക് എന്ത് സഹായം ചെയ്യാമെന്ന് വിചാരിച്ചാലും അപ്പം ഏതെങ്കിലും ഫോൺ കോൾ വരും, പിന്നെ ആ വഴി അങ്ങ് പോകും. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ചേട്ടായി ഫോൺ വിളിയൊക്കെ കഴിഞ്ഞ് എനിക്ക് കപ്പയൊക്കെ നന്നാക്കി ശരിയാക്കി തന്നിട്ടുണ്ടായിരുന്നു. അത് ചേട്ടായി എനിക്ക് ചെയ്തു തന്നേ. പിന്നെ ഞാൻ കപ്പയൊക്കെ വേവിച്ചു, കറിയൊക്കെ റെഡിയാക്കി കഴിക്കുന്നു. ചേട്ടായി കഴിച്ചു, ഞാനിപ്പോഴും കഴിച്ചിട്ടില്ല. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ഇടയ്ക്ക് പോയി കഴിച്ചായിരുന്നു. പിന്നെ എല്ലാവരും ഇതൊന്നും അപ്പം തന്നെയല്ല കേട്ടോ, കുറച്ച് സമയം കഴിഞ്ഞിട്ട് ഫുഡൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ടാണ് ഈ പൈനാപ്പിളൊക്കെ ചെത്തി അതും ചേട്ടായി എനിക്ക് ചെയ്തു തന്നു. ഇതുപോലെ വട്ടത്തിൽ പൈനാപ്പിളൊക്കെ സെറ്റാക്കി തന്നു. താങ്ക് യു. അമ്മ തരാം. ഇതിൽ വാ, ഇങ്ങോട്ട് വാ. കടിക്കടി ഫുഡ് കഴിച്ചാ? ഇനി എന്നാ പരിപാടി? പൈനാപ്പിൾ തിന്നണം. പൈനാപ്പിളല്ലേ തിന്നുകൊണ്ടിരിക്കണേ. ഇനി എന്നാ പരിപാടി? പൈനാപ്പിൾ തിന്നിട്ട് എന്നാ പരിപാടി? ഒന്നുമില്ല. എന്നിട്ട് എണീക്കണം. എന്നിട്ട് നമുക്ക് കുളിക്കണം. കുളിച്ചിട്ട് നമുക്ക് പാർക്കിൽ പോകണം. എനിക്ക് അവിടെ കളിക്കണം. പാർക്കിൽ പോകണ്ടെന്ന് എനിക്കറിയില്ല കേട്ടോ, ഞാനൊരു ഊഹാപോഹം പറഞ്ഞതാണ്. അമ്മ നിങ്ങളുടെ കുട്ടികൾ ഇങ്ങനെയാണോ നിങ്ങളെ വിളിക്കാറ്? അപ്പനെ കയറി അമ്മേന്ന് വിളിക്കും, അമ്മേനെ കയറി അപ്പേന്ന് വിളിക്കും. അമ്മേ
അപ്പേ അമ്മ അമ്മ എന്നാ ഇവിടെ നീ മാല കിട്ടിയ ചുമപ്പ് കളറ് റെഡ് കളർ കൊള്ളില്ല മാല ഒരു ഇത് ഇഷ്ടമില്ലേ മാല അല്ല ഇത് കണ്ടതാ നല്ലതാണോ എനിക്കിഷ്ടമല്ല കൊള്ളൂല എന്താ കളിക്കട്ടെ നല്ല മഴ കേട്ടാ. പിന്നെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് ചേട്ടായി കുറച്ച് നേരം കിടന്നു കേട്ടോ. നിലത്ത് പായൊക്കെ ഇട്ടാണ് കിടക്കുന്നത്. കാരണം ഇവളുമാർ വന്ന് ശല്യം ചെയ്യുന്ന ചേട്ടായിക്ക് അറിയാം. അതുകൊണ്ട് കട്ടിലേയും താഴെ പോരത്തില്ല പിള്ളേർ. അതുകൊണ്ട് നിലത്ത് പായിട്ട് കിടക്കും കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ ഉറക്കമൊക്കെ കഴിഞ്ഞ് ഒന്ന് ഫ്രഷായി പുറത്ത് പോയി. വേറെ അങ്ങോട്ടും അല്ല പോകുന്നത്, ഹോസ്പിറ്റലിലോട്ടാണ് പോകുന്നത്. കുഞ്ഞാവയ്ക്ക് ചെറിയ പനിയുണ്ട് കേട്ടോ. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുഞ്ഞാവയ്ക്ക് പനിയായിരുന്നു. അവൾക്ക് ഇച്ചിരി വെയിറ്റൊക്കെ കുറവാണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് പനിയൊക്കെ വരുന്നുണ്ട്. അപ്പം ഞങ്ങളൊന്ന് ഹോസ്പിറ്റലിൽ പോകാമെന്ന് വിചാരിച്ചു. ഹോസ്പിറ്റലിൽ പോവാം കേട്ടോ. ഞങ്ങൾ ഹോസ്പിറ്റലിലെത്തി. ഡോക്ടറെ കണ്ട് മരുന്ന് വാങ്ങാൻ നിൽക്കുമ്പോൾ ഈ കുഞ്ഞാറ്റ അവിടെ ഒരു കുഞ്ഞാവേനെ കണ്ട് കളിക്കുക കേട്ടോ അവളുടെ കൂടെ. കണ്ടോ, എൻ്റെ കുഞ്ഞിപ്പെണ്ണിന് ഒട്ടും വയ്യ. അവളുടെ ഫേസ് ആകെ വയ്യാത്ത പോലെ. അല്ലെങ്കിൽ എപ്പോഴും ചിരി കേട്ടോ ആള്. വയ്യെങ്കിൽ തീരെ വയ്യാത്ത പോലെയാണേ. കണ്ടോ, ചാഞ്ഞ് കിടക്കോ പാവം. ഇനി ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി. പിന്നെ ഇനി ഞങ്ങൾ പോകുന്നത് എങ്ങടാ പോയത്, ഒരു ബാഗ് മേടിക്കാനായിട്ട് ഒരു ഷോപ്പിൽ പോയിട്ടോ. ഇതാ ഈ ഷോപ്പിലാണ് ഞങ്ങൾ വന്നത്. വിശാൽ മെഗാ മാർട്ട്, ഇവിടെയാണ് ഞങ്ങൾ വന്നത്. ഇവിടെ വേറെ ഒന്നും വാങ്ങിച്ചില്ല. ഇവിടെ നിന്ന് ഞങ്ങൾ ഒരു ദിവസം വന്ന് മറ്റേ ഓണത്തിന് ഡ്രസ്സൊക്കെ എടുത്ത് ഇവിടെ നിന്നാണ് കേട്ടോ. ഇവിടെ വന്നിട്ട് ഒരു ബാഗ് എടുത്തു. എനിക്കൊരു സൈഡ് ബാഗ് വേണമായിരുന്നു. വേറെ ഒന്നും വാങ്ങിച്ചില്ല. പിന്നെ ഈ കുഞ്ഞാറ്റ എന്തോ കളിപ്പാട്ടങ്ങളൊക്കെ വാങ്ങിച്ചു കേട്ടോ. ഞങ്ങൾ തിരിച്ച് റൂമിൽ പോയി. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പം ഞങ്ങളുടെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യുക, നല്ല നല്ല കമൻറ്റ്സ് ഇടണം. അപ്പം ഇതാട്ടോ ഞാൻ വാങ്ങിച്ച ബാഗ്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ വീണ്ടും സപ്പോർട്ട് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അപ്പോൾ ബൈ ബൈ.